ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, കുറച്ച് ദിവസമായി ഞാൻ ക്ലാസ് എടുത്തിട്ട് നിങ്ങൾക്ക് എക്സാം ആയിരുന്നു. അതിനുശേഷം എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയിട്ടില്ല, അഡ്മിഷൻ്റെ ചാർജ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അതിനാദ്യം തന്നെ സോറി പറയുന്നു. നമ്മുടെ പോർഷൻസ് ഒക്കെ ഏകദേശം കഴിയാറായി. ഇനിയിപ്പോൾ നമ്മുടെ ടീച്ചർ ഒരു പാർട്ട് എടുത്തു തുടങ്ങിയിട്ടുണ്ടല്ലോ, മഞ്ജു മിസ് ചെറിയൊരു പാർട്ട് തുടങ്ങിയിട്ടുണ്ട്. അധികം വൈകാതെ ഇത് കഴിയും. ഇനി ഇതിലുള്ള കുറച്ച് ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് ഭാഗങ്ങളാണ്. പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റയുടെ ഭാഗം, അതുപോലെ തന്നെ കുറച്ച് ടേബിൾസ്. അതിൽ പ്രോബ്ലംസ് ഒന്നും വരില്ല. അതെന്താണെന്നൊന്ന് മെൻഷൻ ചെയ്ത് പറഞ്ഞു തരുന്നത് പോലെയുള്ള കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പ്രോബ്ലം പേപ്പറിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഹിസ്റ്റോഗ്രാം, അങ്ങനെ ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രാംസിൻ്റെ കുറച്ച് ഭാഗമാണ് വരുന്നത്. അത് തിയറി പാർട്ടായിട്ട് വരുന്നതാണ്. അതൊന്ന് ഓർമ്മിപ്പിക്കൽ മാത്രമേ ഇനി കാര്യമായിട്ട് ഇതിലില്ല. അത് ഈ ഒരു ടോപ്പിക്കോട് കൂടി ഈ ചാപ്റ്റർ കഴിയാണ്. ഇതിൽ സോഴ്സസ് ഓഫ് സെക്കൻഡറി ഡാറ്റ അത് നിങ്ങളൊന്ന് വായിച്ചാൽ മതി കേട്ടോ. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ല സെക്കൻഡറി ഡാറ്റ എന്തൊക്കെയാണ് എന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ ഓരോ പബ്ലിക്കേഷൻസിൽ നിന്നൊക്കെ എടുക്കുന്ന, ഒരാൾ കളക്ട് ചെയ്തിട്ടുള്ള പബ്ലിക്കേഷനിൽ നിന്ന്, പബ്ലിഷ്ഡ് സോഴ്സിൽ നിന്നും അൺപബ്ലിഷ്ഡ് സോഴ്സിൽ നിന്നുമായ കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നതിനെയാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. നമുക്ക് പഠിച്ചിട്ടുള്ളതാണ്, ആ ഭാഗമാണുള്ളത്. നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഒരു ചെറിയ ടോപ്പിക്ക് മാത്രമേ ഞാനിന്ന് എടുക്കുന്നുള്ളൂ. അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കഴിയാണ്. ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു യൂട്യൂബ് ലിങ്ക്, എന്താണ് തെമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ്, ടാറ്റ് എന്നത് മനസ്സിലാക്കുന്നതിനൊരു യൂട്യൂബ് ലിങ്ക് ഉണ്ട്. അത് മാത്രമായിട്ടല്ല അതിലുള്ളത്, കുറച്ചും കൂടെ അഡീഷണൽ ഭാഗങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ ആ ഒരു ഭാഗം മാത്രം കണ്ടാൽ മതി, തെമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചിട്ട് റിസർച്ച് നടത്തുമ്പോൾ ആ റിസർച്ചിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കുറച്ച് പിക്ചേഴ്സ്. ഉദാഹരണത്തിന് ഒരു 12 പിക്ചേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒന്നിലധികം പിക്ചേഴ്സ് കാണുമ്പോഴാണ് നമുക്ക് ഈ മെത്തേഡ് നമുക്ക് വരാം. അപ്പം നമുക്ക് ഒരേ സമയം കുറേ കാര്യങ്ങൾ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടി വരും. ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യുന്നതിനും നമുക്ക് ഓർമ്മ വരുന്നതിനും വേണ്ടിയിട്ട് അത് പിക്ചറൈസേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് 12 പിക്ചേഴ്സ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ നമ്മൾ 11 വന്നിട്ട് 12ാമത്തെ ബ്ലാങ്ക് ആയിട്ട് ഇടുക ചെയ്യുക. അപ്പോൾ നമ്മുടെ മൈൻഡിൽ അതിങ്ങനെ സെറ്റായിട്ട് വരാനുണ്ട്. അതൊരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. അതിനെ സംബന്ധിച്ചുള്ള ഒരു തെമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ് ആണ് ഇത്. അതായത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 1 or more പിക്ചേഴ്സ് ഓർ കാർട്ടൂൺ ദാറ്റ് ഡെപ്പിസിറ്റ് സം സിറ്റുവേഷൻ റിലേറ്റിംഗ് ടു ദ ടോപ്പിക് ബീയിങ് സ്റ്റഡീഡ്. നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള, ഇപ്പം നമുക്ക് നാച്ചുറൽ കലാമിറ്റീസ് ആണ്, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ ഏതെങ്കിലും ഒരു ദാരിദ്ര്യത്തിനെ സംബന്ധിച്ചോ, അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ട് കുറേ പിക്ചേഴ്സ് ഇങ്ങനെ കാണിക്കും. അപ്പം നമ്മുടെ മൈൻഡിൽ അത് എന്തൊക്കെയുണ്ട് മറ്റേ സൈറ്റിൽ നമുക്കത് ക്യാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഈ ടാറ്റ്, അതായത് തെമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ്. Respondents are asked to tell what kind of things come to his mind from the picture. This gives a message of information to the researcher. Pictures response devices generally succeed in getting people to respond to the situation confronting them. The researchers seem to enjoy working with the pictures as is easier to build up rapport with the respondent. Okay, this picture worth thousands of words and hence it is an effective method of communication of collecting data. അതായത് ഇപ്പം നമ്മൾ ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്നത് നമ്മളൊരു പെർട്ടിക്കുലർ ആസ്പെക്റ്റ് മനസ്സിലാക്കുമ്പോൾ അത് പിക്ചർ വൈസ് ആവുമ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായത്. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയൊക്കെ, ഒരു നാച്ചുറൽ കലാമിറ്റി, ഉദാഹരണം പറഞ്ഞതാട്ടോ, നമുക്കൊരു ഫ്ലഡ് ഉണ്ടായി, അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ പിക്ചറൈസ് ചെയ്തിട്ട് നമുക്ക് കാണിക്കുമ്പോൾ നമുക്ക് ആ സിറ്റുവേഷനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. ആ പിക്ചേഴ്സിൽ നമ്മൾ കുറച്ച് സമയം സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് റെസ്പോണ്ടൻസിന് പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയ ടോപ്പിക്ക് മാത്രമാണ് നമുക്ക് ഇന്ന് ഈ ചാപ്റ്ററിൽ ഇനി പഠിക്കാനുള്ളൂ. നമ്മൾ ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ വരെയാണ് പഠിപ്പിച്ച് നിർത്തിയത്.
ഒക്ടോബർ 3 നമ്മൾ ക്ലാസ് അതിലിട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ അഡ്മിഷൻ്റെ കാര്യങ്ങളായിട്ട് ഞാൻ നീങ്ങി. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് എക്സാമിൻ്റെ സ്റ്റഡി ഹോളിഡേയ്സ് ഒക്കെ ആയി. അപ്പോൾ ആ ക്ലാസ്സാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. അല്ല, ഞാൻ നോക്കാൻ നിങ്ങൾക്ക് എളുപ്പമുണ്ടെങ്കിൽ എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം ആ രീതിയിൽ പറഞ്ഞത്. അപ്പോൾ എന്താണ് ഒന്നുകൂടെ പറയാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 1 or more പിക്ചേഴ്സ് ഓർ കാർട്ടൂൺ ദാറ്റ് depict some situation relating to the topic being studied. Respondents are asked to tell what kind of things come to his mind from the picture. It give a message or information to the researcher. The pictures response devices generally succeed in getting people to respond to situation confronting them. Okay. The researcher seems to enjoy working with pictures as easier to build up a rapport with the റെസ്പോണ്ടന്റ്. എ പിക്ചർ ഈസ് വർത്ത് തൗസൻഡ്സ് ഓഫ് വേർഡ്സ്. നമ്മൾ ഒരുപാട് വാക്കുകൾ ഇങ്ങനെ പറയുന്നതിനേക്കാളും എളുപ്പമുണ്ട് നമുക്ക് എല്ലാ സിറ്റുവേഷനും എത്തുന്ന ഒരു പിക്ചർ അതിൽ കാണുകയാണെങ്കിൽ ആ പിക്ചർ അനുസരിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ആ സിറ്റുവേഷൻ അതിൻ്റെ ഭാഗമായിട്ട്. അപ്പം നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ അതിനെക്കുറിച്ച് പറയേണ്ടതില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു വൈഡ് വിഡ്ത്ത് ആവശ്യമുള്ള ടോപ്പിക്സ് നമുക്ക് ഈ പിക്ചറൈസേഷനിലൂടെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ കൊള്ളാനും സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആ യൂട്യൂബ് ലിങ്ക് കാണാം. അതിനെക്കുറിച്ച് ഒന്നും കൂടെ മനസ്സിലാക്കാൻ ഞാൻ പിന്നീട് പറയുന്നു. അതിന് ഫുള്ള് നമ്മൾ കാണേണ്ടതില്ല. അതിന് കുറേ അതിൻ്റെ ഡിവിഷൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ടാറ്റു മാത്രം കണ്ടാൽ മതി. ഓക്കെ, താങ്ക് യു.